സാർ, നമ്മുടെ ജെൻസീസിന്റെ കുറച്ച് സമരം നമ്മളിപ്പം ഈ ഇടയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സമരത്തിൽ തന്നെ ഇപ്പൊ അവർ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവര് ഒരു വർക്ക് ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ ജെൻസീസ് എങ്ങനെയായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവുക? ശരിക്കും ഇപ്പൊ തോന്നായിരിക്കുന്ന ഡൽഹിയിലെ ഒരു പ്രക്ഷോഭം നമ്മളെല്ലാവരും കണ്ടു അല്ലേ? ആയിരിക്കും അതിനകത്ത് എന്താ ഏറ്റവും ഇഷ്ടമായ എന്തായിരുന്നു? അവർ ഭയങ്കര സമാധാനമായിട്ട് അല്ലെങ്കിൽ അവർ ഭയങ്കര കൂളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നെയാണ് അത് അവരുടെ ഇടയിലേക്ക് കയറിയപ്പോഴത്തേക്കാണല്ലോ അങ്ങനെ പ്രശ്നം. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കതിനകത്ത് ഇഷ്ടമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അവർ നൈറ്റിൽ മ്യൂസിക്സ് പ്ലേ ചെയ്യുന്നുണ്ട്, അവർ പ്ലഗ് കാർഡ്സ് അല്ലേ നമുക്ക് എഴുതുന്നതൊക്കെ നോക്കിക്കുക, ആർട്ടുകൾ ചെയ്യുന്നുണ്ട്, അവരൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടേതായ ക്രിയേറ്റിവിറ്റിയിലൂടെയാണ്. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് ഇന്ന രീതിയിലൊരു മാനദണ്ഡമൊന്നുമില്ല. അപ്പോൾ ആര് ജോലി ചെയ്തിട്ടുണ്ടോ? ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര മണിക്കായിരുന്നു ആര്യയുടെ ജോലിയുടെ സമയം? എങ്ങനെയാണ്? രാവിലെ ഒരു 9 മണിക്ക് കയറണം, വൈകിട്ട് 5 മണിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങണം. അതിനിടയ്ക്ക് ആർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫോൺ യൂസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ജെൻസീസിന് അല്ലെങ്കിൽ ഈ ജനറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഏറ്റവും വലുത്. അത് പ്രൊട്ടസ്റ്റിനേക്കാൾ വലുതൊന്നും അവിടെ ഇല്ല. പക്ഷെ ആ പ്രൊട്ടസ്റ്റിനിടയിൽ ആ പ്രൊട്ടസ്റ്റിന് ചേർന്ന് നിൽക്കാൻ, പുതിയ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ, ആ പ്രൊട്ടസ്റ്റിൽ ഇനിയും അവർക്ക് ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി അവരെല്ലാ രീതികളും ഉപയോഗിച്ചു. അവർ പാട്ട് പാടി, ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തു. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും കട്ടായപ്പോൾ, ഇൻ്റർനെറ്റൊക്കെ കട്ടായപ്പോൾ അവർ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അവരൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് അവരൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതികൾ വേറെയാണ്. അതല്ലെങ്കിൽ അവർക്ക് മെയിനായിട്ട് വേണ്ട കാര്യം അതിനെ അവർ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ബിസിനസ് ഇനി മാറും, അവർ ചെയ്യുന്ന ജോലികൾ മാറും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ല, അവരോട് ചേർന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ജെൻസീസിന്റെ കാര്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ഇപ്പം എല്ലാ മേഖലയിലും അതിൻ്റെതായിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് ഗിഗ് എക്കണോമി എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പം അതിൽ വരുന്ന ന്യൂ അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെൻഡ് ഇന്നത്തെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഡ്രസ്സ് ചെയ്തിരിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ചെയ്യുന്ന രീതി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കാവുന്ന രീതിയാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോബിന് പോകുന്ന രീതിയാണെന്നോ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ആരും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി വരാൻ പോകുന്ന ആളുകളോട് അവർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യണം, മുടി ഇങ്ങനെ കോപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ വേണ്ടതായിരിക്കും. പക്ഷേ എല്ലാ രീതിയിലും അവരുടെ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്താൽ ഗിഗ് എക്കണോമി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എക്കണോമിയായിട്ട് മാറാൻ പോവാണ്. അതിൻ്റെ സ്ട്രെങ്ത് വലുതാണ്. കാരണം ആർക്കും എവിടെ ഇരുന്നും എങ്ങനെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു ഫ്യൂച്ചറിൽ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഫ്യൂച്ചറിൽ ഒരു ബില്യണർ അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അയാളുടെ അറ്റേഴ്സ് നോക്കിയിട്ട്, അയാളുടെ അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് അയാൾ എന്താണ്, അയാളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതാണ് ഗിഗ് എക്കണോമിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു എംപ്ലോയി ആണെങ്കിൽ അറിയാൻ പറ്റും. കാരണം 1 ലക്ഷം രൂപ സാലറിയുള്ള ആൾ ഡ്രസ്സ് ചെയ്യുന്നതും 30,000 രൂപ സാലറിയുള്ള ആൾ ഡ്രസ്സ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാറുണ്ട് അല്ലേ, പുള്ളി ചിലപ്പോൾ ഗവൺമെൻറ് ജോലിയിലാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മൾ പറയുന്ന ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹയർ എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ബോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഗിഗ് എക്കണോമിയിൽ അങ്ങനെ ഇല്ല. ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു വിധത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ അതിൻ്റെ കപ്പാസിറ്റിയും വലുതാണ്. കാരണം അത് കംപ്ലീറ്റ്ലി ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പം ടെക്നോളജി എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഓൾറെഡി ആദ്യം പറഞ്ഞു ബിസിനസ് രീതി. അപ്പോൾ ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഈ മെയിൻലി 10 hours വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം അത് ടൈം ലിവറേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിവറേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് സാറിന് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ശരിക്കും ലിവറേജ് ചെയ്യുക എന്നുള്ളത് ഒരു 9 to 5 ജോലിയിൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ലിവറേജ് ആണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഗിഗ് എക്കണോമിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഗിഗ് എക്കണോമിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ, ഇപ്പോൾ ഓരോ മേഖലയിലും ഓരോ അപ്ഡേഷൻസ് വന്നല്ലോ. ഗിഗേഴ്സിന് ഇടയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു 10, 20, 25 വർഷം കഴിഞ്ഞാലും 30 വർഷം, 100 വർഷം കഴിഞ്ഞാലൊക്കെ ഇതവിടെ ഉണ്ടാവും. കാരണം ഇനി ടെക്നിക്കലി ബേസ്ഡ് ആണ്. കാരണം ഒരു ഇ-കൊമേഴ്സ് ലെവലിലും ക്വിക്ക് കൊമേഴ്സ് ലെവലിലൊക്കെ ടെക്നിക്കലി ഉണ്ടായ ഒരു ബൂം, ഒരു .com ബൂം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവിച്ചു കഴിഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ഇതിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ടൈം ലിവറേജ് ചെയ്യുന്നു, സ്കിൽസ് ലിവറേജ് ചെയ്യുന്നു,
ആളുകൾ പീപ്പിൾ അവരെ ലിവറേജ് ചെയ്യുന്നു, ടെക്നോളജി ലിവറേജ് ചെയ്യുന്നു, മണി ലിവറേജ് ചെയ്യുന്നു. ഈ 5 കാര്യങ്ങൾ ലിവറേജ് ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെന്ന് പറയില്ലേ. നമ്മളുടെ ആക്ടിവിറ്റി, നമ്മുടെ പ്രസൻസിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴായാലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുകയാണ്, ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറുകയാണ്. അപ്പോൾ അത് ലിവറേജ് ആണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2026 2000 വർഷമായിട്ടും എനിക്ക് തോന്നുന്നു 2026 വരെ ഒരു 10% ആളുകൾ മാത്രം മനസ്സിലാക്കിയെന്നൊരു സ്ട്രെങ്ത് ആണ് ലിവറേജ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ജനറേഷൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലും ഗിഗ് എക്കണോമിയിലും ലിവറേജ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലൂടെ ആയിരിക്കും. ഇപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പം നമുക്ക് എല്ലാം ട്രസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ലിവറേജ് ചെയ്യാനാണെങ്കിലും ലിവറേജ് ചെയ്ത് വർക്ക് ചെയ്ത് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വേണമല്ലോ. അപ്പം അതിൽ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഏതായിരിക്കും? ശരിക്കും നേരത്തെ ലിവറേജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ലിവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെയോ ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ, എത്ര മണിക്കൂറായിരുന്നു ജോലി ടൈം? 9 to 9 hours. 9 hours. നമുക്കൊരു ബ്രേക്ക് കൂട്ടി 10 hours കൂട്ടാം. 30 ദിവസം പണിയെടുക്കുന്നു, എത്ര മണിക്കൂറായി? 30 hours. 30 into 10, അതായത് 300 hours. 300 hours അതാണ് സാലറി എന്ന് പറയുന്നത് അല്ലേ. എക്സ്ട്രാ കൂടുതൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 300+ hours പോകണം, വർക്കിംഗ് ടൈം മാറ്റണം, അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊരു ജോലി ചെയ്യണം, ഇപ്പോഴല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക, ആര്യയ്ക്ക് ഒരു 10 സ്റ്റാഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10 സ്റ്റാഫ് 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്ത് ഒരു ദിവസം ആര്യയ്ക്ക് എത്ര മണിക്കൂർ കിട്ടും? 100 മണിക്കൂർ കിട്ടും. 10 × 10 100 മണിക്കൂർ കിട്ടും. ഇത് 30 ദിവസം ഒരു പണിയെടുത്ത് കഴിഞ്ഞാലോ 3000 hours ആയി. ആര്യ 30 ദിവസം ഒറ്റയ്ക്ക് പണിയെടുത്ത് എത്ര കിട്ടുന്നുള്ളൂ? 300 മണിക്കൂർ കിട്ടുന്നുള്ളൂ. പക്ഷെ അവിടെ കിട്ടിയാൽ 3000 hours ആയി. ലിവറേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇതിൽ ഒന്ന് ആലോചിക്കുക, ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി. ഫേസ്ബുക്ക് ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ. ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ? 4000+. ആര്യോട് പറയുകയാണ്, ഈ 4000 മെമ്പേഴ്സിലേക്ക് കണക്ട് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആര്യയ്ക്ക് ഒരാൾക്ക് 10 രൂപ വെച്ച് തന്നിരുന്നെങ്കിൽ തരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആര്യയ്ക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടായേനെ? എത്ര ഉണ്ടാവും? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലേ, ശരിയല്ല. അപ്പോൾ അതൊരു നഷ്ടമല്ല. നമ്മൾ ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരു കാര്യം സുക്കർബർഗ് ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക എന്തായിരുന്നു. കമ്മ്യൂണിറ്റീസ് ആണല്ലോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അല്ലേ, ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയാണ്, ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്, എല്ലാം കമ്മ്യൂണിറ്റീസ് ആണ്. പക്ഷേ ഈ കമ്മ്യൂണിറ്റീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യപ്പെടുന്നില്ല. സോ ബിഗ്ഗസ്റ്റ് ലിവറേജ് എന്ന് പറയുന്നത്, ഏറ്റവും മോസ്റ്റ് മോഡേൺ ലിവറേജ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റീസ് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ലിവറേജ് നടക്കും. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര പേർക്ക് ജോയിൻ ആവാം? 1000 മെമ്പേഴ്സിലേക്ക്. അപ്പം നമ്മളൊരു കോൺസെപ്റ്റ് 1000 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് എത്ര പേരിലേക്ക് എത്തിക്കാം? 1000 പേര്. അതിൻ്റെ ഒരു 10% ആൾക്കാർ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്താലോ 100 പേരായി. 100 പേര് ഡെയിലി 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ദിവസം എത്ര മണിക്കൂർ കിട്ടും? 100 മണിക്കൂർ കിട്ടും. ആ ഒരു 100 മണിക്കൂർ കിട്ടാൻ വേണ്ടി ആര്യം മിനിമം എത്ര സ്റ്റാഫിന് മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു? 10 സ്റ്റാഫിന് മെയിൻറ്റെയിൻ ചെയ്യണം. 10 സ്റ്റാഫിനുള്ള സാലറി, ആ ഓഫീസ്, കറണ്ട് ബില്ല്, പിന്നെ പ്രൊഡക്റ്റ്, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ട്സ്, അതിനുള്ള സോഫ്റ്റ്വെയർസ്, എല്ലാ കാര്യങ്ങളും ആരും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുമായിരുന്നു ആയിരിക്കും? മിനിമം 2 to 3 lakh മിനിമം. മോർ ദാൻ കോടിയിലേക്ക് ചിലപ്പോൾ എത്തും അല്ലെ, ബിസിനസിനെ അനുസരിച്ച് 3 ലക്ഷം രൂപയ്ക്കും ആവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആയിരിക്കും എന്തുണ്ട് ഒരു ചലഞ്ച് അവിടെ ഉള്ളത്. ശരിയാണ്, ഈ പറഞ്ഞ ഓഫീസും പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ്. അവിടെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന്റെ ബ്യൂട്ടി.